നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കഴിഞ്ഞ ദിവസം അർജൻറ്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അർജൻറ്റീന ആരാധകരായിട്ടുള്ള ഒരു അവസാന നിമിഷം വരെ ശ്വാസമടക്കി പിടിച്ചാണ് കളി കണ്ടത്. തോറ്റു എന്ന് അവർ പോലും ഉറപ്പിച്ചതാണ്. അതായത് ഈജിപ്റ്റ് ഒരു തവണ 2-0 മുൻപിലായിരുന്നു. അവസാന 12 മിനിറ്റിലാണ് 3 ഗോൾ തിരിച്ചടിച്ചു അർജൻറ്റീന രക്ഷപ്പെട്ടത്. ഒരു അസിസ്റ്റും ഒരു ഗോളും മെസ്സി നേടുകയുണ്ടായി. ഈ മത്സരത്തിന് ശേഷം പതിപോലെ തന്നെ അർജൻറ്റീന ജയിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഈ ഗൂഢാലോചന സിദ്ധാന്തവുമായിട്ട് ചില കൂട്ടർ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഇതിനെയൊക്കെ ഒരു തമാശ രീതിയിലാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് കാണുന്നത്. അതായത് ആ മത്സരത്തിൽ തന്നെ റെഫറിയുടെ ചില തീരുമാനങ്ങൾ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്ന തരത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് അർജൻറ്റീന കളിക്കുന്ന മത്സരത്തിൽ മാത്രമല്ല, മറ്റു പല ടീമുകൾ കളിക്കുമ്പോഴും ഇത്തരം ചില വേർതിരിവുകളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പക്ഷേ ആളുകൾ വിചിത്രമായിട്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തമാണ് ഉന്നയിക്കുന്നത്. ഫിഫയ്ക്ക് കാശ് കൊടുത്തിട്ടാണത്രേ അർജൻറ്റീന ഇത് നേടിയെടുക്കുന്നത്. മെസ്സിക്കൊരു കപ്പ് എന്ന പദ്ധതിയായിരുന്നു കഴിഞ്ഞ തവണ നടപ്പാക്കിയെങ്കിൽ ഇത്തവണ മെസ്സിക്ക് തുടർ കപ്പ് എന്ന പദ്ധതിയാണത്രേ നടപ്പിലാക്കുന്നത് എന്നാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ അവകാശപ്പെടുന്നത്. അർജൻറ്റീന എന്ന രാജ്യത്തെപ്പറ്റി കുറച്ചെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല. കാരണം അതൊരു ദരിദ്ര രാഷ്ട്രമാണ്. ഫുട്ബോൾ എന്നൊരു കായിക ഇനമില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് അർജൻറ്റീന എന്ന് പറഞ്ഞൊരു രാജ്യത്തെ തന്നെ പലർക്കും അറിയില്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇത്രയേറെ വംശീയ വെറി കാണിക്കുന്ന മറ്റൊരു രാജ്യം ഇല്ല എന്ന് തന്നെ പറയാം. ഇക്കാലം അത്രയും വേൾഡ് കപ്പ് ഫുട്ബോളിൽ കളിച്ചിട്ടുള്ള അർജൻറ്റീനയുടെ ടീമുകൾ നോക്കുക, ഇന്നേ വരെ അതിലൊരു കറുത്ത വർഗ്ഗക്കാരൻ കളിക്കാരനായിട്ട് വന്നിട്ടില്ല. ഒഴിവാക്കി നിർത്തിയാണ്, അല്ലെങ്കിൽ അവർ അടുപ്പിക്കില്ല. അപ്പോൾ ഈ ഫുട്ബോൾ എന്നൊരു കായിക ഇനം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വെറുക്കപ്പെടേണ്ട രാജ്യങ്ങളുടെ കൂട്ടത്തിലായിപ്പോയനെ ഈ അർജൻറ്റീന എന്ന് പറഞ്ഞ ഒരു രാജ്യം. കാര്യം ശരിയാണ്, ചെഗുവേരയുടെയൊക്കെ നാടാണ്, ജന്മദേശമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ചില മുഖങ്ങൾ കൂടി അർജൻറ്റീനയ്ക്കുണ്ട്. സ്ഥിരതയില്ലാത്ത ഭരണകൂടവും പട്ടിണിയും പരിവട്ടമായിട്ട് കിടക്കുന്ന ജനങ്ങളുമാണ് അവിടെയുള്ളത്. അപ്പോൾ അവർക്ക് പണം കൊടുത്ത് ഇത്തരം അഭ്യാസങ്ങൾ നടത്താനുള്ള കഴിവൊന്നുമില്ല. മറിച്ച് പണം ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയാണെങ്കിൽ അവർ ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ ലോകകപ്പ് നേടിയതിന് ശേഷം അവർ ആ ടീമിനെ വിറ്റ് തിന്നുകയായിരുന്നു ആ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം 32 കോടിയാണ് ഒരു സൗഹൃദ മത്സരത്തിന് അർജൻറ്റീന ടീമിന് കൊടുക്കേണ്ടതായി വരുന്നത്. അപ്പോൾ കണ്ട ലെവൽ ഫുട്ബോൾ കളിക്കുന്ന രാജ്യക്കാരുടെ ടീമാണെങ്കിലും ശരി, അവർ 32 കോടി കൊടുക്കാൻ തയ്യാറായാൽ അവർ ടീമിനെ വിട്ടു നിൽക്കും. അങ്ങനെ അവർ ആ സർക്കാരിന് വേണ്ടി, ഇടയ്ക്ക് മെസ്സിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി രാജ്യത്തിന് വേണ്ടി അദ്ദേഹം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പോലും ആ ടീമിനെ വിറ്റ് തിന്നാൻ നോക്കിയവരാണ് അർജൻറ്റീനക്കാർ. എന്തിന് കൂടുതൽ പറയാൻ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ പക്കാ ഭൂലോക ഉടായ്പാണ് എന്നൊക്കെ പൊതുവെ ആരോപണം ഉന്നയിക്കുന്ന ഒരു മരമ്പൊരു ചാനലുകാരനുണ്ട്. അയാൾ മെസ്സിയെ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ 10-32 കോടി കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അയാളെ വരെ തേച്ചൊട്ടിച്ചവരാണ് ഈ അർജൻറ്റീനക്കാർ. അപ്പോൾ അങ്ങോട്ട് പണം കിട്ടുന്ന കാര്യം മാത്രമേ അവർ നോക്കൂ, തിരിച്ചങ്ങോട്ട് കൊടുക്കത്തില്ല. അപ്പോൾ ആ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിന് യാതൊരു വസ്തുതയും ഇല്ല. മറിച്ച് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. മെസ്സി ഭയങ്കര കൂടോത്രക്കാരനാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ കൂടോത്രമൊന്നുമല്ല, ഇത് ഭയങ്കര ഹൈ ക്ലാസ് കൂടോത്രമാണ്, അത് ജൂത കൂടോത്രമാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനവർ മെസ്സി ഇസ്രയേലിൽ പോയ സമയത്ത് അവിടുത്തെ വിലാപത്തിൻ്റെ മതിൽ എന്നറിയപ്പെടുന്ന അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്ര സ്മാരകമുണ്ട്. അത് പണ്ട് ഈ ഇസ്ലാം അധിനിവേശ കാലത്തൊക്കെ തകർക്കപ്പെട്ട അവരുടെ ആരാധനാലയത്തിൻ്റെ മതിലാണ്. അവിടെ ഈ ഇസ്രായേൽ വേഷത്തിൽ, ഇസ്രായേൽ തൊപ്പിയും വെച്ചുകൊണ്ട് മെസ്സി ഇങ്ങനെ നെറ്റിമുട്ടിച്ച് നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അത് കാണിച്ചിട്ട് കടുത്ത പ്രയോഗമാണ് പുള്ളി ചെയ്തത്. ജൂത ചാത്തന്മാരാണ് ഇത്തവണ രക്ഷിക്കുന്നത്, അല്ലാതെ പണം എറിഞ്ഞിട്ടൊന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കാരണം, ഒരു കാലത്ത് അർജൻറ്റീനയുടെയും മെസ്സിയുടെയും ആരാധകരായിട്ടിരുന്ന ഒരു പ്രത്യേക വിഭാഗം ഈ ഇടക്കാലം കൊണ്ട് അതിൽ നിന്ന് മാറി കടുത്ത മെസ്സി വിരോധികളും അർജൻറ്റീന വിരോധികളുമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇസ്രയേലും പലസ്തീനും തന്നെയാണ്. അപ്പോൾ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവണം എന്ന രീതിയിലുള്ള വോട്ടെടുപ്പും മറ്റും UN നടത്തിയപ്പോൾ അതിനെതിരെ ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്ത രാജ്യത്തിൽ ഏതാണ്ട് 10-12 രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് അർജൻറ്റീന. മാത്രമല്ല, അവരിപ്പോൾ പരസ്യമായിട്ട് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. മുൻപൊക്കെ ബ്രസീലും ഫ്രാൻസുമൊക്കെ അവരെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പിന്തുണയ്ക്കാറില്ല. പകരം ഇപ്പോൾ ഈ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ, അതായത് ഫുട്ബോൾ കൊണ്ട് അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ അർജൻറ്റീന പരസ്യമായിട്ട് തന്നെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു, പലസ്തീനെതിരെ നിൽക്കുന്നു. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ കൂടി ആയിക്കഴിഞ്ഞപ്പോൾ മുൻപ് മെസ്സിയുടെ ഫാനായിരുന്നവർ, അർജൻറ്റീനയുടെ ഫാനായിരുന്നവർ, ഇപ്പോൾ അവർക്ക് മെസ്സിയെ കണ്ടുകൂടാ, അർജൻറ്റീനയെ കണ്ടുകൂടാ. അങ്ങനെയുള്ളവരാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തവുമായിട്ട് വരുന്നത്. ഏറ്റവും പുതിയ ഗൂഢാലോചന സിദ്ധാന്തമാണ്. ഇപ്പോൾ പണം കൊടുത്ത് ഫിഫയെ വാങ്ങാനുള്ള കഴിവൊന്നും അർജൻറ്റീന എന്ന രാജ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് മെസ്സി കടുത്ത കൂടോത്ര പ്രയോഗത്തിലൂടെയാണ് കളികളൊക്കെ ജയിച്ചു കയറുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിനെ മറുമരുന്നായിട്ട് ഇനി പാണക്കാട് തങ്ങളെ കൊണ്ട് ഈ തുപ്പൽ മാന്ത്രികം ചെയ്ത് മാത്രമേ മെസ്സിയെയും ടീമിനെയും പൂട്ടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. കളി തീരാൻ ഇനിയും കുറേ ദിവസങ്ങളുണ്ടല്ലോ. പുതിയ പുതിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വരട്ടെ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, കളിയെ കളിയായിട്ട് കാണുന്നതിന് പകരം ഇതിനകം തന്നെ മതം കുത്തിക്കയറ്റി കഴിഞ്ഞിരിക്കുന്നു.